കോതമംഗലം അതിരൂപതയിലെ വൈദികനായ, ഇപ്പോൾ വാഴക്കുളം സെയിൻറ് ജോർജ് ഫൊറോന പള്ളി വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിലിനെ പള്ളിക്ക് സമീപത്തുള്ള കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ 5-നാണ് പള്ളിയുടെ പാചകപ്പുരയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാദർ ജോസഫിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പള്ളിയിൽ നിന്ന് വിവരമറിഞ്ഞെത്തിയ വിശ്വാസികൾ ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. മൃതദേഹം മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. 1960 ജനുവരി മാസം 5-ാം തീയതി ജനിച്ച ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിൽ മുതലക്കോടം പള്ളിയിലും വാഴക്കുളം പള്ളിയിലും അസിസ്റ്റന്റ് വികാരിയായിട്ടും ആനകുളം, ശ്രീവാമല, കരിമല, പെരിഞ്ചാംകുട്ടി, ഉപ്പുതോട്, നാടുകാണി, കല്ലൂർക്കാട് തുടങ്ങിയ ദേവാലയങ്ങളിൽ ഇടവക വികാരിയായും സേവനം ചെയ്തിട്ടുണ്ട്. കോതമംഗലം രൂപതയുടെ ഡിഫൻഡർ ഓഫ് ബോണ്ട് എന്ന നിലയിലും ആ രൂപതയുടെ തന്നെ പ്രൊക്കുറേറ്റർ എന്ന നിലയിലും നിസ്തുലമായ സേവനം ചെയ്ത ഫാദർ ജോസഫ് കുഴിക്കാണിയിൽ ആകസ്മികമായി ഈ രീതിയിൽ മരിച്ചതിൻ്റെ ദുഃഖത്തിലാണ് ഇടവക ജനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ആ രൂപത അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: കോതമംഗലം രൂപതയിലെ വാഴക്കുളം സെയിൻറ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻഡ് ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ 64 വയസ്സ് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി അറിയിക്കുന്നു. ഇന്ന് വെളുപ്പിന് അവശ നിലയിൽ പള്ളിയോട് ചേർന്നുള്ള ഹാളിൽ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടെത്തിയതിനെ തുടർന്ന് വാഴക്കുളം സെയിൻറ് ജോർജ് ആശുപത്രിയിലും തുടർന്ന് മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രി എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അറിവായിട്ടില്ല. പോലീസ് അന്വേഷണത്തോടും നടപടികളോടും രൂപതാ നേതൃത്വവും ഇടവക സമൂഹവും പൂർണ്ണമായും സഹകരിക്കുന്നതാണ്. അച്ഛൻ്റെ ആത്മശാന്തിക്കായി ദുഃഖാർത്തരായ രൂപതാ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളോടും ഇടവകാംഗങ്ങളോടും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നിയമ നടപടികൾ പൂർത്തിയായതിനു ശേഷം സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ അറിയിക്കുന്നതാണ്. രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ.